Hey, hello guys, welcome back to my YouTube channel. It's me, Nim. ലുക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. യെസ്, നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാനൊരു സ്ഥലം വരെ പോകും. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. മിക്ക അനലറ്റിക്സ് നോക്കുമ്പോൾ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗൈസ് നമ്മൾ വാഴ കാണാൻ പോവാണ് കേട്ടോ. ആ വാഴയല്ല, സിനിമ. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിയാകുമ്പോൾ ഇറങ്ങും. ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. എന്തായാലും പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ വാഴ എന്ന് പറയുന്ന സിനിമ ഇത്ര ഹൈപ്പിലായത് ഭയങ്കര സന്തോഷം. കാരണം ഹാഷിറും അലൻ അങ്ങനെ ഉള്ള കുറച്ച് ടീമിൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. മാത്രമല്ല വാഴ നല്ല ഒരു റിവ്യൂ ആണ് തരുന്നത്. അപ്പോൾ എന്തായാലും കാണണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ. പറയാൻ മറന്നുപോയി. ഇപ്പോൾ വാഴയുടെ ഫസ്റ്റ് പാർട്ടില്ലേ, വാഴ ഫസ്റ്റ്, അത് എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് സിജു സണ്ണിയുടെ വീട് എൻ്റെ വലിയച്ഛൻ്റെ വീടായിരുന്നു. സോ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും അതിൻ്റെയും കൂടി ഒരു ഇതുണ്ട്. അപ്പോൾ വാഴയുടെ സെക്കൻഡ് പാർട്ടാണെങ്കിൽ വാഴയായിട്ട് ഫസ്റ്റ് പാർട്ടിനായിട്ട് അത്ര ലിങ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേസ് നമുക്ക് കാണാൻ പോകും. ഓക്കെ, അപ്പോൾ പോയിട്ട് കാണാം. റെഡി ആയിട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്താകുമ്പോൾ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിക്കാൻ പോകാം ഗൈസ്. ഇതിനെയാണ് ലക്ഷ്യം വെച്ചേക്കുന്നത്. നോക്കാം നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത്. കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ നൊയമ്പൊക്കെ കഴിഞ്ഞു. അതായത് നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നൊയമ്പ് കഴിഞ്ഞതോടുകൂടി നമുക്കിപ്പോൾ ഒരു മീൻകറിയൊക്കെയാണ് വെക്കുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് മീൻകറിനോട് വലിയ താല്പര്യം ഇല്ല. ചെമ്മീൻ എനിക്കിഷ്ടമാണ്. മീനും മാങ്ങയും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണൽ ചെമ്മീൻ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എന്തായാലും ഉണ്ടാക്കുന്നത് കറിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കഴിച്ചിട്ട് പോകണം. എന്താണെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ടുണ്ട്. മുകളിൽ ഡി സിനിമാസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെയാണ് എത്തിയത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ വാഴ ടിക്കറ്റ് എടുത്തു. അതായത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ ടിക്കറ്റ് ഇതിന് തരുമല്ലോ, അത് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഡി സിനിമാസ് കൊടുങ്ങല്ലൂരിലാണെന്ന് വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. ഓക്കെ, ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ല കോപ്പിറൈറ്റ് ഇല്ല. ബാക്കിൽ ഇനി കൗണ്ടർ പറയും വേണ്ട, നാത്തൂനാണ് നാദി. ഓക്കെ, സാരില്ല, നെവർ മൈൻഡ്. നമ്മൾ എന്തിനാ വന്നേക്കണേ? ഏത് സിനിമ? അതിനെ നിങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു 2:30 സിനിമ തുടങ്ങുന്നത്. സോ ആ സമയത്തേക്കും നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു. നമുക്ക് സ്ക്രീൻ 3-ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും എത്തി. ഇനി നമുക്ക് തിയേറ്ററിലോട്ട് കയറാം അല്ലേ. പിന്നെ ഫിലിമിൻ്റെ എൻ്റെ പേഴ്സണൽ റിവ്യൂ പറയുവാണെങ്കിൽ നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവും, പ്രത്യേകിച്ച് ബോയ്സിന്. ഫിലിം കണ്ടിറങ്ങി, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. എല്ലാവരും പോയി കാണും. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിൽ പോവാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും കാണാതെ പെട്ടെന്ന് വീട്ടിലെത്താന്നുള്ള രീതിയിൽ വേഗം പോകുന്നു. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ. ബൈ.